السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള ഈമാനിലേക്ക്, അവനിലുള്ള അടിയുറച്ച വിശ്വാസത്തിലേക്ക്, അവനെക്കുറിച്ചുള്ള യഥാർത്ഥ വിജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാതിലാണ് അള്ളാഹുവിൻ്റെ പേരുകളെക്കുറിച്ച്, അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനവും അതേക്കുറിച്ചുള്ള വിജ്ഞാനവും. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയുണ്ടായി, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിനുള്ളതാണ് അത്യുത്തമമായ നാമങ്ങൾ. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് മുഖേന നിങ്ങൾ അവനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളുക. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അവനുള്ളതാണ് ഏറ്റവും ഉന്നതമായ, ഏറ്റവും ഉത്തമമായ നാമങ്ങൾ. ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ ഏറ്റവും പ്രതാപമുള്ളവനാണ്, അവൻ ഏറ്റവും യുക്തിയുള്ളവനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആളുകൾ തങ്ങളുടെ ഉപജീവനത്തിന്, തങ്ങളുടെ സമ്പാദ്യത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന, അതിനെന്തുണ്ട് വഴി എന്നന്വേഷിച്ച് അതിൽ ഹറാമും ഹലാലും പലപ്പോഴും പരിഗണിക്കാത്ത ഇക്കാലത്ത് എന്തുകൊണ്ടും നാം മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട റബ്ബിന്റെ നാമങ്ങളിലൊന്നാണ് അർ-റസ്സാഖ് എന്ന റബ്ബിന്റെ പേര്. അർ-റസ്സാഖ്, അവൻ ഉപജീവനം നൽകുന്നവനാണ്. അവൻ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ്. അവന്റെ റിസ്ക് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച്, അതിന്റെ വിശാലതയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ്, റബ്ബ് അവനാണ് ഏറ്റവും നന്നായി ഉപജീവനം നൽകുന്നവൻ, ഏവർക്കും അവരുടെ റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, ഏറ്റവും ശക്തിയുള്ളവൻ, ഏറ്റവും ബലമുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, അവനാണ് ഏറ്റവും മനോഹരമായി റിസ്ക് നൽകുന്നവൻ, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ അവനാണ്. അവന്റെ കയ്യിലാണ് പടപ്പുകളുടെ മുഴുവൻ അന്നവും ആഹാരവും അവരുടെ ഭക്ഷണവും പാനീയവും എല്ലാം. അവൻ ഉദ്ദേശിക്കുന്നവർക്കത് വിശാലമാക്കി നൽകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നിജപ്പെടുത്തി നൽകുന്നു. എല്ലാത്തിനു പിന്നിലും അവന്റെ ഹിക്മത്തുണ്ട്, അവന്റെ മഹത്തരമായ യുക്തിയുണ്ട്. ആകാശങ്ങളിലെയും ഭൂമിയിലെയും ഖജനാവുകൾ അവന്റെ നിയന്ത്രണത്തിലാണ്. അവയുടെ താക്കോലുകൾ റബ്ബിന്റെ കയ്യിലാണ്.
എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം അവന്റെ കയ്യിലാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ല അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ്, ഭൂമി പുറത്തുകൂടെ സഞ്ചരിക്കുന്ന ഏതേത് ജന്തുക്കളുണ്ടോ, ഏതേത് ജീവികളുണ്ടോ, അതിന്റെ എല്ലാം റിസ്ക്, അതിന്റെ എല്ലാം ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ല അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. അതിന്റെ താമസ സ്ഥലം എവിടെയാണ്, ഒടുവിൽ അത് മരിച്ചൊടുങ്ങുന്നത് എവിടെയാണ്, അതിന്റെ ഖബറായി തീരുന്ന സ്ഥലം എവിടെയാണ്, എല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ അറിയുന്നു. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നു. വകഅയ്യിൻ മിൻ ദാബത്തിൻ ഫിൽ അർദ് വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും വഹുവ സമീഉൽ അലീം. അല്ലാഹു ചോദിക്കുന്നു, ഭൂമിയിൽ എത്ര എത്ര ജന്തുക്കളുണ്ട്, എത്ര എത്ര ജീവിജാലങ്ങളുണ്ട്, അതിന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്, അതിന്റെ ഉപജീവനം കൊണ്ടു നടക്കുന്നത് അതല്ല, നമ്മളാരുമല്ല. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അല്ലാഹുവാണ് അവക്കെല്ലാം ഉപജീവനമേകുന്നത്, നിങ്ങൾക്കുമേകുന്നത് അവനാണ്. വഹുവ സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ ഉപജീവനം നൽകുന്ന റബ്ബാണ്. നോക്കൂ, നമ്മുടെ എല്ലാം ആഹാരം, നമ്മൾ കഴിച്ചതും കഴിക്കാനിരിക്കുന്നതും നമുക്ക് ആവശ്യമുള്ളതുമെല്ലാമായ ആഹാരം, നമ്മുടെ മക്കളുടെ ആഹാരം, ഈ കൊടാനുകോടി പടപ്പുകളുടെ ഭക്ഷണം ആരുടെ കയ്യിലാണ്? ആരാണ് അതെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്? അല്ലാഹുവാണ്. നമ്മുടെ എല്ലാം പാനീയം, നാം കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളവും മരിക്കുന്നതുവരെ നാം കഴിക്കണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു തുള്ളി വെള്ളമുണ്ട് എങ്കിൽ അല്ലാഹുവാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ പാർപ്പിടങ്ങൾ, നമ്മുടെ അറിവ്, നമ്മുടെ ബുദ്ധി, ഇതെല്ലാം പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ റിസ്ഖാണ്. അവനാണ് നൽകുന്നവൻ. അവൻ നൽകാൻ ഉദ്ദേശിച്ചത് തടയാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ തടയാൻ തീരുമാനിച്ചത് നൽകാനും ഒരാൾക്കും സാധ്യമല്ല. പ്രതാപമേകുന്നവനും നിന്യതയേകുന്നവനും റബ്ബാണ്. അവൻ ഉദ്ദേശിച്ചത് സംഭവിക്കും, അവൻ ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയോ ഒരു കഴിവോ നമുക്കില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തെങ്കിലും ഒരു ഉപകാരം നേടിയെടുക്കാനോ എന്തെങ്കിലും ഒരു ഉപദ്രവം തടുക്കാനോ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്കാർക്കും സാധിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായും രണ്ട് സന്ദർഭങ്ങളിലാണ് അള്ളാഹുവിന്റെ റിസ്കിനെ കുറിച്ച്, രണ്ട് സന്ദർഭങ്ങൾ വിവരിക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ റിസ്കിനെ കുറിച്ച് അവൻ വിവരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ ഔദാര്യവും വിവരിക്കുന്ന സന്ദർഭങ്ങളിലാണ്. ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുകയുണ്ടായി, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. ആദമിന്റെ പുത്രന്, മനുഷ്യന് നാം ആദരവ് നൽകിയിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, അവന് നാം വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഉപജീവനം നൽകിയിരിക്കുന്നു. അവനെ നാം കരയിലും കടലിലുമെല്ലാം വാഹനപ്പുറത്തേറ്റിയിരിക്കുന്നു. ഒരുപാട് സൃഷ്ടികൾക്കുമേൽ മനുഷ്യന് നാം പ്രത്യേകത നൽകിയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്. ഇങ്ങനെ അവന്റെ അനുഗ്രഹവും അവന്റെ ഔദാര്യവും വിവരിക്കുന്ന സന്ദർഭങ്ങളാണ് ഒന്ന്. രണ്ടാമത്തേത്, റബ്ബിന്റെ റിസ്കിന്റെ കാര്യം അവൻ വിവരിച്ചിട്ടുള്ളത് അവന്റെ തൗഹീദിലേക്ക്, അവന്റെ താഅത്തിലേക്ക് പടപ്പുകളെ ക്ഷണിക്കുമ്പോഴാണ്. അവനെ മാത്രം ആരാധിക്കേണ്ടവനാണ് അവന്റെ റിസ്ക് അനുഭവിച്ച് ജീവിക്കുന്ന അവന്റെ സൃഷ്ടികൾ. അവനല്ലാത്തവരിലേക്ക് പ്രാർത്ഥനയുടെ കരങ്ങൾ അവർ ഉയർത്തിക്കൂടാ, റിസ്കിന് വേണ്ടി അവർ തേടിക്കൂടാ, അല്ലാഹു അല്ലാത്തവരോട് അവർ ദുആ ചെയ്തുകൂടാ എന്ന് വിവരിക്കാൻ, അവരനുസരിക്കേണ്ടത് അവർക്ക് റിസ്ക് നൽകുന്ന റബ്ബിനെയാണ് എന്ന് പറയാൻ, അവനല്ലാത്തവർക്കുള്ള ആരാധന അത് നിഷ്ഫലമാണ്, അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല എല്ലാവിധ നാശത്തിലേക്കും നയിക്കുന്നതാണ്.
അള്ളാഹുവിൽ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്നത് വിവരിക്കാനാണ്. നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ ആരാധിക്കൂ എന്ന് അള്ളാഹു കൽപ്പിക്കുന്ന ആദ്യത്തെ ആയത്തായി മുസ്ഹഫ് തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആയത്ത് അള്ളാഹു ഇവിടെ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ومനുഷ്യരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ ആരാധിക്കുക ആരെയാണ്? നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും പടച്ചവനായ അവരുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ. നിങ്ങൾ അവന്റെ ശിക്ഷയിൽ നിന്ന് അതിനെ തടുത്ത് അവനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ വേണ്ടി അവനാണ് ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നത്, ആകാശത്തെ നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി തന്നത്, അതിൽ നിന്ന് മുകളിൽ നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നത്, എന്നിട്ട് അത് മുഖേന സസ്യജാലങ്ങൾ കായ്കനികൾ മുളപ്പിച്ചു തന്നത് റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖായി കൊണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത്. നോക്കൂ, അള്ളാഹു വർഷിക്കുന്ന മഴ ഭൂമിയിലെ സകല റിസ്കിന്റെയും അടിസ്ഥാനമാണ്. അതില്ല എങ്കിൽ നമ്മളും ജന്തുജാലങ്ങളുമെല്ലാം ചത്തൊടുങ്ങിപ്പോകും. ഈ ഭൂമി അത് ജീവനില്ലാത്ത നിർജീവാവസ്ഥയിലേക്ക് നീങ്ങിപ്പോകും. സുബ്ഹാനല്ലാഹ്, നോക്കൂ, റബ്ബവന്റെ റിസ്കിനെ കുറിച്ച് പറഞ്ഞത് എന്തിലേക്ക് ക്ഷണിക്കാനാണ്? തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ. അതിനാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ടുള്ളത്. ശിർക്കിന്റെ അത് എത്രമാത്രം നിഷ്ഫലമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. നോക്കൂ, അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു ഫഅന്നാ തുഫകൂൻ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, മുകളിൽ നിന്നോ ഭൂമിയിൽ നിന്നോ അവനല്ലാത്ത മറ്റു വല്ല സൃഷ്ടാക്കളുമുണ്ടോ നിങ്ങൾക്ക് റിസ്ക് നൽകാൻ, നിങ്ങൾക്ക് ഉപജീവനമേകാൻ? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല. ഫഅന്നാ തുഫകൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? ആരാണ് ആദം അലൈഹിസ്സലാമിന് ഹവ്വായിന് കഴിക്കാനുള്ള ഭക്ഷണം നൽകിയത്, കുടിക്കാനുള്ള വെള്ളമേകിയത്? ആരാണ് അന്ത്യനാളിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന അവസാനത്തെ മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമേകുന്നത്, അവന് കുടിക്കാനുള്ള വെള്ളം നൽകുന്നത്? അള്ളാഹുവിന്റെ അംബിയാഇന് റിസ്ക് നൽകിയത് ആരാണ്? അവരെല്ലാം മനുഷ്യരാണ്. അള്ളാഹുവിന്റെ റസൂലുകൾക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസ്ക് നൽകിയത്, അവിടുന്ന് വിശന്നപ്പോൾ ഭക്ഷണമേകിയത് ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാഇന് ഭക്ഷണമേകിയത് ആരാണ്? ആ റസ്സാഖായ റബ്ബിനെ അല്ലാതെ ഇബാദത്ത് ചെയ്തുകൂടാ. അവനല്ലാത്തവർക്കുള്ള ഇബാദത്ത് അത് നിഷ്ഫലമാണ് എന്ന് പറയാൻ. നോക്കൂ, ഖുർആനിൽ അള്ളാഹു അവന്റെ റിസ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റിസ്ക് എന്നാൽ അത് രണ്ട് ഇനമുണ്ട്. അള്ളാഹു റിസ്ക് നൽകുക, അവന്റെ റസ്ക് എന്ന അവന്റെ പ്രവർത്തനം, അവൻ ഉപജീവനമേകുക എന്നത് രണ്ട് ഇനമുണ്ട്. ഒന്ന് ആമുൻ, അഥവാ എല്ലാവർക്കുമുള്ള റിസ്ക്. മുസ്ലിമെന്നോ കാഫിറെന്നോ നല്ലവനെന്നോ മോശക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അള്ളാഹു സകലർക്കും ഈ ഭൂമിയിൽ നൽകിയ റിസ്ക്. എന്തുകൊണ്ടാണ്? കാരണം ഈ ദുനിയാവിന് അള്ളാഹു ഒട്ടും വില നൽകിയിട്ടില്ല. അവൻ ഈ ദുനിയാവിന് ഒരീച്ചയുടെ ചിറകിന്റെ വിലയെങ്കിലും നൽകിയിരുന്നുവെങ്കിൽ അവനെ നിഷേധിക്കുന്നവന് അവരൊരു തുള്ളി വെള്ളം ഈ ഭൂമിയിൽ നൽകുമായിരുന്നില്ല. എന്നാൽ അവൻ അത്ര നിസാരമായ വില പോലും ഈ ഭൂമിയിൽ അവൻ നൽകിയിട്ടില്ല, ഈ ദുനിയാവിന് അവൻ നൽകിയിട്ടില്ല. അവനതായി ഈ ഭൂമിയിൽ അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ റിസ്ക് സകലർക്കുമേകുന്നു. ഈ പൊതുവായ റിസ്ക്കാണ് ഒന്നാമത്തത്. അതാണ് റബ്ബ് പറഞ്ഞത്, ഭൂമിപ്പുറത്തുള്ള എല്ലാവർക്കും നാം റിസ്ക് നൽകുമെന്ന്. പരലോകത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും യഹലോകത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരെയും കുറിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, കുല്ലൻ നുമിദ്ദു ഹൗലാഇ വഹൗലാഇ മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا كلا نمد هؤلاء وهؤلاء അക്കൂട്ടർക്കും ഇക്കൂട്ടർക്കും, അഥവാ ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കുന്നവർക്കും
പരലോകം ലക്ഷ്യമാക്കുന്നവർക്കും നാം റിസ്ക് നൽകും. നിന്റെ റബ്ബ് നൽകുന്നത് തടയാൻ സാധിക്കുകയില്ല. എന്നാൽ നോക്കൂ, എങ്ങനെയാണ് ദുനിയാവിൽ ഓരോരുത്തർക്ക് ചിലർക്ക് ചിലരെക്കാൾ നാം കൂടുതൽ പദവി നൽകിയത്, പണം നൽകിയത്, സ്ഥാനമാനങ്ങൾ നൽകിയത്. വലൽ ആഖിറതു അക്ബറു ദറജാതിൻ വഅക്ബറു തഫ്ദീല. എന്നാൽ പരലോകത്താണ് ഏറ്റവും ഉന്നതമായ പദവികളുള്ളത്. അവിടെയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത്. അവിടെ അള്ളാഹു നൽകുന്നതിന്റെ അടിസ്ഥാനം ഈമാനും സാലിഹായ അമലും മാത്രമായിരിക്കും. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് ദുനിയാവിലെ ഈ റിസ്ക്, ദുനിയാവിൽ അള്ളാഹു നൽകിയ സമ്പത്തും സ്ഥാനമാനങ്ങളും പളപളപ്പുമൊന്നും അള്ളാഹു ഒരുവനെ ഇഷ്ടപ്പെടുന്നുവെന്നോ അള്ളാഹു ഒരുവനെ തൃപ്തിപ്പെടുന്നു എന്നോ ഉള്ള തെളിവല്ല, ഒരിക്കലുമല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഇന്നല്ലാഹ ഖസ്സമ ബൈനകും അഖ്ലാഖകും കമാ ഖസ്സമ ബൈനകും അർസാഖകും. അള്ളാഹു നിങ്ങളുടെ റിസ്ക് എങ്ങനെ നിങ്ങൾക്ക് വീതം വെച്ച് നൽകിയോ, ചിലർക്ക് കൂടുതൽ ചിലർക്ക് കുറവ്, ഈ രൂപത്തിൽ അള്ളാഹു നൽകിയോ, അതുപോലെയാണ് അള്ളാഹു നിങ്ങളുടെ ഖുലുഖും നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും വീതിച്ച് നൽകി. ചിലർക്ക് അള്ളാഹു ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങൾ നൽകും, ചിലർക്കത് അള്ളാഹു കുറച്ച് നൽകും. റിസ്ക് നൽകിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇന്നല്ലാഹ യുഅതി ദുനിയ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അള്ളാഹു ദുനിയാവ് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും നൽകും, അവൻ ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. വലാ യുഅതിൽ ഈമാന ഇല്ലാ മൻ അഹബ്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ അവൻ ഈമാൻ നൽകുകയില്ല, അവൻ ഈമാൻ നൽകുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു, ഫമൻ ظن بالمال ان ينفقه. ആർക്കെങ്കിലും സമ്പത്ത് നൽകാൻ, സദഖ നൽകാൻ പ്രയാസം തോന്നുന്നുണ്ടോ, പിശുക്കവനെ പിടികൂടുന്നുണ്ടോ, വഖാഫൽ അദുവ അൻ യുജാഹിദ, ശത്രുവിനോട് പോരാടാൻ അവന് ധൈര്യം കുറവുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വഹാബൽ ലൈല അൻ യുകാബിദ, അവന് രാത്രി എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നിർവഹിക്കാൻ, തഹജ്ജുദ് നിർവഹിക്കാൻ പ്രയാസമുണ്ടോ, ഫൽയുക്സിർ മിൻ ഖൗലി സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അവൻ ഈ ദിക്റുകൾ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. കാരണം ഫഇന്നഹുന്ന മുഖദ്ദിമാത്ത് മുജന്നിബാത്ത് വമുഅഖിബാത്ത് വഹുന്നൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. കാരണം ഈ ദിക്റുകൾ ആളുകളെ മുന്നിലേക്ക് എത്തിക്കുന്ന, പിന്നിലായിരുന്നവരെ മുന്നിലേക്ക് എത്തിക്കുന്ന ദിക്റുകളാണ്, ശിക്ഷയിൽ നിന്ന് തടുക്കുന്ന ദിക്റുകളാണ്, ഒരുവന്റെ ബാക്കിയാകുന്ന അമലുകളാണ്, അവന്റെ പിന്നാലെ വരുന്ന അവനെ സഹായിക്കുന്ന, പരലോകത്ത് അവന് സഹായമേകുന്ന അമലുകളാണ്, നിലനിൽക്കുന്ന സൽ പ്രവർത്തനങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യന് അല്ലാഹു ഈ ലോകത്ത് ധാരാളമായി അനുഗ്രഹങ്ങൾ ഏകിയാൽ, പണവും മറ്റുമെല്ലാം നൽകിയാൽ അവൻ പറയും, റബ്ബി അക്രമൻ, എന്റെ റബ്ബിത എന്നെ ആദരിച്ചിരിക്കുന്നു, എന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ലഭിച്ചത്. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അവന്റെ റിസ്ക് അല്ലാഹു ഒന്ന് കുടുക്കിക്കളഞ്ഞാൽ, ഒന്ന് നിജപ്പെടുത്തിയാൽ അവൻ പറയും, എന്റെ റബ്ബ് എന്നെ ഇത് അപമാനിച്ചിരിക്കുന്നു. കല്ല. എന്താണ് കല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, അങ്ങനെയല്ല കാര്യം, അങ്ങനെയല്ല കാര്യം. ദുനിയാവിൽ അല്ലാഹു കൂടുതൽ നൽകി എന്നതോ, ദുനിയാവിൽ അല്ലാഹു കുറച്ചു എന്നതോ, അല്ലാഹു ഒരുവനെ ആദരിച്ചു എന്നതിനുള്ള തെളിവേ അല്ല, അതിന്റെ അടയാളമേ അല്ല. മറിച്ച് ദുനിയാവ് എന്നത് പരീക്ഷണം മാത്രമാണ്. അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും എന്നതുപോലെ അവൻ സമ്പന്നത നൽകിയും പരീക്ഷിക്കും, രോഗങ്ങൾ നൽകി അവൻ പരീക്ഷിക്കും എന്നതുപോലെ ആരോഗ്യം നൽകിയും അവൻ പരീക്ഷിക്കും. രണ്ടും പരീക്ഷണമാണ്. സമ്പത്തും അതുപോലെ ദാരിദ്ര്യവും പരീക്ഷണമാണ്, ആരോഗ്യവും രോഗാവസ്ഥയും പരീക്ഷണമാണ്. രണ്ടും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ വിജയിക്കുന്നവരാര് എന്നത് അല്ലാഹു പരീക്ഷിക്കാൻ, അത് പരീക്ഷിക്കാൻ, അതിനാണ് അല്ലാഹു ദുനിയാവിൽ ഇതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, റിസ്കിന്റെ രണ്ടാമത്തെ ഇനം ഖാസ്സായ, അല്ലാഹു പ്രത്യേകമായി അവന്റെ നല്ലവരായ അടിമകൾക്ക് നൽകുന്ന റിസ്ഖാണ്. ഈമാൻ ആ റിസ്ഖാണ്. ഈമാൻ അല്ലാഹു നൽകുന്ന റിസ്ഖാണ്.
സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള ഹിദായത്ത്, അതിനുള്ള പ്രത്യേകമായ തുറവിയും അതിനുള്ള തോന്നലും അതിനുള്ള സൗഭാഗ്യവും അള്ളാഹുവിന്റെ റിസ്ഖാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ പിടിച്ചു നിർത്തുക, അവൻ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക, ഇതെല്ലാം അള്ളാഹു പ്രത്യേകമായി ഒരു മുഅ്മിനിന് നൽകുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് റിസ്ഖാകട്ടെ അള്ളാഹുവിനോടല്ലാതെ തേടിക്കൂടാ, അവനോടല്ലാതെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ. ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് ഔസാനൻ വതഖ്ലുഖൂന ഇഫ്കാ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ കേവലം ബിംബങ്ങൾ മാത്രമാണ്. നിങ്ങൾ അവർ ഇലാഹുകളാണെന്ന് വ്യാജം കെട്ടിച്ചമച്ചു പറയുകയാണ്. ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാഹ് ലാ യംലികൂന ലക്കും റിസ്ഖാ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു റിസ്ഖും അവരുടെ കയ്യിലില്ല, ഒരു ഉപജീവനവും അവരുടെ നിയന്ത്രണത്തിലില്ല. സബ്തഗു ഇൻദല്ലാഹി റിസ്ഖ്. അതുകൊണ്ട് അള്ളാഹുവിങ്കൽ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് തേടിക്കൊള്ളുക. വഅബ്ദൂഹു, അവനെ ഇബാദത്ത് ചെയ്തുകൊള്ളുക. വഷ്കുറൂ ലഹ് ഇലൈഹി തുർജഊൻ, അവന് നന്ദി കാണിക്കുക, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലും അവന് നന്ദി കാണിക്കലും റിസ്ക് ലഭിക്കാനുള്ള ശ്രേഷ്ഠമായ വഴികളിൽ ഒന്നാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, കാരണം അവനാണ് റിസ്ക് നൽകുന്നവൻ, അവരോട് മാത്രം അതിനെ തേടുക. മുഅ്മിനീങ്ങളുടെ ദുആ ആയി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. വർസുഖ്നാ, റബ്ബേ നീ ഞങ്ങൾക്ക് റിസ്ക് നൽകണമേ. വഅൻത ഖൈറുർ റാസിഖീൻ, നീയാണ് ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ. ഇത് തേടേണ്ടവനാണ് മുഅ്മിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠമായ 4 കാര്യങ്ങൾ ഒരു ദുആയിലൂടെ പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വആഫിനി വർസുഖ്നി. അല്ലാഹുമ്മഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു നൽകണമേ. വർഹംനി, എനിക്ക് കരുണ ചൊരിയണമേ. വആഫിനി, എനിക്ക് ആഫിയത്ത്, സൗഖ്യവും ആരോഗ്യവും എല്ലാം നൽകണമേ. വർസുഖ്നി, റിസ്ക് നൽകണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ ആണ്. അതുകൊണ്ട് അവനോട് മാത്രം തേടുക, അവനിൽ മാത്രം അതിനവലംബിക്കുക. അവൻ ഹലാലാക്കിയ വഴിയിലൂടെ അല്ലാതെ അത് തേടാതിരിക്കുക. അതിൽ മാത്രമേ ബറക്കത്തുള്ളൂ, ഹലാലിലല്ലാതെ ബറക്കത്തില്ല. അതാണ് തയ്യിബായ വിശിഷ്ടമായ റിസ്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹലാലിൽ ഒതുങ്ങി നിൽക്കാൻ, ഹറാമിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയും അങ്ങനെയാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ ഹലാലാക്കിയത് കൊണ്ട് മതിയാക്കി തരണമേ, ഹറാമിലേക്ക് പോകാതെ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, റബ്ബേ നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിലേക്ക് തിരിയാതെ നിന്നിൽ മാത്രം അവലംബിച്ച് അതിൽ നീ എനിക്ക് ഐശ്വര്യം നൽകണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ ദുആ വർദ്ധിപ്പിക്കുക. കടബാധ്യതയുള്ളവർ, സാമ്പത്തിക പ്രയാസമുള്ളവർ പ്രത്യേകം വർദ്ധിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ തുറവി നൽകും, അവൻ റിസ്ഖിന്റെ വാതിലുകൾ തുറന്നു നൽകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റിസ്ക് ലഭിക്കാനുള്ള മാർഗങ്ങളിൽ ഏറെ സുപ്രധാനമായ വഴിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത്. അവൻ വാഗ്ദാനം നൽകിയ കാര്യമാണ്. അവനെ സൂക്ഷിച്ചവർക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ ഉപജീവനത്തിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു നൽകുമെന്ന്. അള്ളാഹു പറഞ്ഞു, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹു പറയുന്നു, വമൻ യത്തഖില്ലാഹ്, ആരവൻ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു മഖറജ, അള്ളാഹു അവന് പോംവഴി കാണിച്ചു കൊടുക്കുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുന്നതാണ്. ആര് അള്ളാഹുൽ തവക്കുലാക്കിയോ അവന് അള്ളാഹു മതിയായവനാണ്. റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് തഖ്വല്ലാഹ്, റബ്ബിനെ സൂക്ഷിക്കുക എന്നത് അവൻ റിസ്ക് നൽകുന്ന പ്രധാനപ്പെട്ട വഴികളിൽ ഒന്നാണ്. അതിന്റെ മറുവശമാണ് തിന്മകൾ ഉപേക്ഷിക്കുക എന്നത്. പാപങ്ങൾ അത് റിസ്കിനെ മുടക്കിക്കളയും. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് അവൻ ഉപേക്ഷിച്ചാൽ ധാരാളക്കണക്കിന് റിസ്കിന്റെ വാതിലുകൾ തുറന്നു നൽകും. തിന്മകളിലൂടെ ഒരുവൻ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരിക്കലും അവന് അത് സമാധാനമോ സന്തോഷമോ നൽകുകയില്ല, അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. അവന്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, കയ്യിൽ പണമുണ്ട് എങ്കിലും. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ ഐശ്വര്യം മനസ്സിൽ നൽകിയവൻ
അവന്റെ കയ്യിൽ എന്തെങ്കിലും കുറവാണ് എങ്കിലും അവന്റെ കൺമുന്നിൽ അള്ളാഹു ഐശ്വര്യം നൽകും. അവനൊരു ദരിദ്രനെ പോലെ അല്ല ജീവിക്കുക, മറിച്ച് അവന്റെ മനസ്സ് അത് വിശാലമായ അവസ്ഥയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറബ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ഒരുപാട് വിഭവങ്ങൾ കയ്യിലുണ്ടാവുക എന്നതല്ല ധന്യത, അതല്ല ഐശ്വര്യം എന്ന് പറയുന്നത്, അതല്ല യഥാർത്ഥ സമ്പന്നത. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ്. അള്ളാഹു മനസ്സിൽ ധന്യത നൽകുക, അതാണ് ഏറ്റവും യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ലേ നോക്കൂ നിങ്ങൾ, എത്രയോ പണക്കാരുണ്ട്, അവന്റെ ഖൽബ് ഫഖീറാണ്. എത്രയോ സാധുക്കളുണ്ട്, അവന്റെ ഖൽബ്, അവന്റെ ഹൃദയം അത് ഖനിയാണ്, അത് സമ്പന്നമാണ്. അവൻ സന്തോഷത്തിലാണ്, സമാധാനത്തിലാണ് കഴിയുന്നത് എന്ന് അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. തിന്മകൾ അത് നമ്മെ നശിപ്പിച്ചു കളയും. അല്ലാഹു നൂഹ അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് പറഞ്ഞതുപോലെ മിമ്മ ഖതീആതിഹിം ഉഗ്രിഖൂ ഫഉദ്ഖിലൂ നാറാ. മിമ്മ ഖതീആതിഹിം, അവരുടെ തിന്മകളും അബദ്ധങ്ങളും കൊണ്ട്, അവരുടെ തിന്മകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട്, ഉഗ്രിഖൂ, അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. അതെ സഹോദരങ്ങളെ, നാം മുങ്ങിപ്പോകും, തിന്മകളിൽ മുങ്ങിപ്പോകും, അത് നമ്മെ നശിപ്പിച്ചു കളയും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ വിശാലമായ റിസ്ക് നൽകുന്നതാണ്. അതിനുള്ള മറ്റൊരു വഴിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത്. അള്ളാഹുവിനോട് ധാരാളമായി പാപമോചനത്തിന് തേടുക. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ, പാപമോചനം തേടൂ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, അവൻ മുകളിൽ നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു നൽകും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, സമ്പത്ത് തന്ന് സന്താനങ്ങളെ നൽകി അവൻ നിങ്ങളെ പരിപോഷിപ്പിക്കും. വയജഅൽ ലക്കും ജന്നാതി വയജഅൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഒരുക്കി തരും, അവൻ നിങ്ങൾക്ക് നദികൾ ഒഴുക്കി തരും. നോക്കൂ, റബ്ബിന്റെ വാഗ്ദാനമാണ്. അവനോട് പാപമോചനം തേടൂ, അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ, അള്ളാഹു റിസ്ക് വർദ്ധിപ്പിച്ചു തരും. മഹാനായ താബിഈ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അരികിലേക്ക് 3 പേർ വന്ന്, ഒരാൾ സങ്കടം പറഞ്ഞു, മക്കളില്ല. മറ്റേയാൾ കൃഷി വിഭവങ്ങൾ വളരെ കുറവാണ്, കൃഷി എപ്പോഴും നഷ്ടത്തിലാണെന്ന് പറഞ്ഞു. മറ്റൊരാൾ ദാരിദ്ര്യത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞു. അദ്ദേഹം 3 പേരോടും പറഞ്ഞു, ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിർ, പാപമോചനം തേടുക, അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയുന്നത് കാണാം, നബിയുടെ കൂടെ ഒരു മജ്ലിസിൽ ഇരുന്നാൽ ഞങ്ങൾ എണ്ണാറുണ്ടായിരുന്നു. ഒരൊറ്റ ഇരിപ്പിൽ ഒരു മജ്ലിസിൽ കൂടെ ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മജ്ലിസ് പിരിയും മുന്നേ 100 തവണ പറയുന്നത് ഞങ്ങൾ എണ്ണാറുണ്ട്. റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, അല്ലെങ്കിൽ റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റബ്ബേ, നീ എനിക്ക് പുറത്തു നൽകണമേ, എന്റെ തൗബ സ്വീകരിക്കണമേ, നീയാണ് തൗബ സ്വീകരിക്കുന്നവൻ, പാപങ്ങൾ പൊറുക്കുന്നവൻ, കരുണ ചൊരിയുന്നവൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, തേടിക്കൊണ്ടിരിക്കുക. റബ്ബിഗ്ഫിർലി വതുബ് അലൈ, അല്ലാഹുമ്മ ഗ്ഫിർലി അല്ലാഹുമ്മ അർഹംനി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ഇങ്ങനെ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ സഹോദരങ്ങളെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെയായിരുന്നാലും, ഏത് സന്ദർഭത്തിലും, ജോലിക്കിടയിലാണോ, യാത്രക്കിടയിലാണോ, ഏതേത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക, അത് വർദ്ധിപ്പിച്ചുകൊള്ളുക. അള്ളാഹു റബ്ബുൽ ആലമീൻ റിസ്ക് നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, അതുപോലെ റിസ്കിനുള്ള പ്രധാനപ്പെട്ട വഴിയാണ്, യാതൊരു സംശയവുമില്ല, ഹലാലായ റിസ്കിനു വേണ്ടി അന്വേഷിക്കുക, അതിനുവേണ്ടി അള്ളാഹുവിൽ തവക്കുലാക്കി ഇറങ്ങുക എന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമി അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, അവന്റെ റിസ്ഖ് അന്വേഷിച്ചു കൊള്ളുക, അവനിലേക്കാണ് തിരിച്ചുപോക്ക്. ജുമുഅ നിസ്കാരത്തെ കുറിച്ച് ആ സമയത്ത് നിങ്ങൾ കച്ചവടം ചെയ്യരുത് എന്ന് പറഞ്ഞതിനു ശേഷം, ആ വിലക്കിന് ശേഷം അള്ളാഹു പറഞ്ഞു, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഭൂമിയിലൂടെ സഞ്ചരിച്ചോളൂ, നിങ്ങൾക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന്റെ റിസ്കിൽ നിന്ന് തേടിക്കോളൂ. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, നിങ്ങൾ അവൻ ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുകയുണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്ക് അന്വേഷിക്കാനുള്ള ബറക്കത്തുള്ള സമയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. രാവിലെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്റെ ഉമ്മത്തിൽ ബറക്കത്ത് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ സുബ്ഹിന് തൊട്ടു ശേഷമുള്ള സമയം, പ്രത്യേകിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം, ആ സമയം ബറക്കത്തുള്ള സമയമാണ്. നീ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് എങ്കിലും നീ പഠിക്കുകയാണോ ആ സമയത്ത് ചെയ്താൽ ബറക്കത്ത് കൂടുതലാണ്. നീ കച്ചവടം ആ സമയത്ത് ചെയ്യുകയാണോ ബറക്കത്ത് കൂടുതലാണ്. ആ സമയത്ത് നീ ഉറങ്ങിയാൽ ഈ ശ്രേഷ്ഠമായ സമയമാണ് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫി ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് അവർ ആ സമയത്ത് നേരത്തെ ചെയ്യുന്ന പ്രവർത്തനം, ഒരു പകലിന്റെ ആദ്യ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനത്തിൽ നീ ബറക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സഖർ എന്നു പേരുള്ള ഒരു സഹാബി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടതിനു ശേഷം ആ മഹാനായ സഹാബി അദ്ദേഹം തന്റെ കച്ചവടം ആ സമയത്തേക്ക് മാറ്റുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിച്ച് അതെവിടെ വെക്കണമെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ സമ്പത്ത് വർദ്ധിച്ചുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലൂടെ നമ്മൾ റിസ്ക് തേടുക. ഫഅജ്മിലു അത്ലബ്, നിങ്ങൾ ഭംഗിയായി റിസ്ക് അന്വേഷിക്കുക. ആരുടെ മുന്നിലും കൈനീട്ടാതെ, ആളുകൾക്ക് മുന്നിൽ നിങ്ങൾ എന്തോ അവരുടെ ആശ്രിതരെന്ന പോലെ തലകുനിക്കാതെ നിങ്ങൾ ഭംഗിയായി റിസ്ക് തേടുക. അറിയുക, അള്ളാഹു നിശ്ചയിച്ച റിസ്ക് അത് പരിപൂർണമായി നേടിയിട്ടല്ലാതെ ഒരാളും മരിക്കാൻ പോകുന്നില്ല. ആയുസ് തീർന്നാൽ മരണം എങ്ങനെ നിന്റെ പിന്നാലെ വന്ന് നിന്നെ പിടികൂടുന്നുവോ അതുപോലെ അല്ല, അതിനേക്കാൾ വേഗത്തിൽ അള്ളാഹു നിനക്ക് നിശ്ചയിച്ച റിസ്ക് നീ അതിനെ അവഗണിച്ചു പോയാലും നിന്റെ പിന്നാലെ വരുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന റിസ്ക ലയത്ലുബുൽ അബ്ദ അക്സറ മിമ്മാ യത്ലുബുഹു അജലുഹു. ഒരുവനെ അവന്റെ ആയുസ് തേടിപ്പോകുന്നതിനേക്കാൾ അവന്റെ റിസ്ക്, അള്ളാഹു അവനെ നിശ്ചയിച്ച റിസ്ക് അവന്റെ പിന്നാലെ വരും. അല്ലേ? നമ്മുടെ എല്ലാം അനുഭവങ്ങൾ എത്രയുണ്ട്. നമ്മൾ ഒരുപാട് അന്വേഷിച്ച് നമുക്ക് ലഭിക്കുമെന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചു, പക്ഷെ അത് നമുക്ക് ലഭിച്ചില്ല. എന്നാൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നമുക്ക് ഒരുപാട് തവണ റിസ്ക് നൽകിയിട്ടുണ്ടാകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി, അല്ലെങ്കിൽ ഒരു പക്ഷെ നാം വേണ്ട എന്ന് വിചാരിച്ചത്, അങ്ങനെ വിചാരിച്ച വഴി എത്ര തവണ അള്ളാഹു നമുക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നീ റിസ്ക് അന്വേഷിക്കുക, ഹലാലായ പ്രവർത്തനം അത് നടത്തുക. അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ലഭിക്കുകയില്ല എന്നറിയുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അത് മുഴുവൻ അനുഭവിച്ചിട്ടല്ലാതെ, അതിലൊരു അന്നമുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടല്ലാതെ, അതിലൊരു തുള്ളി വെള്ളമാണ് എങ്കിൽ അത് കുടിച്ചിട്ടല്ലാതെ നീ മരിക്കുകയില്ല എന്നറിയുക. അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തിയതാണ്. ഉമ്മയുടെ വയറ്റിൽ, ആ വയറ്റിലായിരിക്കെ മലക്ക് വന്ന് രേഖപ്പെടുത്തിയ 4 കാര്യങ്ങളിൽ ഒന്നെന്താണ്? റിസ്ഖാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതുപോലെ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, അള്ളാഹു റബ്ബുൽ ആലമീൻ മലായികത്തിനെ കൊണ്ട് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആയുസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നോക്കൂ, റബ്ബിന്റെ റസ്സാഖ് എന്ന നാമം ശരിക്കും മനസ്സിലാക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക, അവന്റെ റിസ്കിനു വേണ്ടി തേടുക, അവനോടല്ലാതെ അത് തേടാതിരിക്കുക, അവനിൽ തവക്കുലാക്കുക. അവൻ ഹറാമാക്കിയ വഴിയുടെ ഒരിക്കലും പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റിസ്ക് അന്വേഷിക്കരുത്. അവൻ ഹറാമാക്കിയ വഴി അത് നമ്മെ നശിപ്പിച്ചു കളയും. വഞ്ചനയും ചതിയും പലിശയും അതുപോലുള്ള കാര്യങ്ങളുമെല്ലാം വളരെ വളരെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ അവകാശങ്ങൾ, അവരുടെ ഹക്കുകൾ അത് അനുഭവിച്ച് അതവർക്ക് നൽകാതെ, അവരോട് അനീതി ചെയ്ത് അക്രമം ചെയ്ത് ഒരിക്കലും മുന്നോട്ട് പോകരുത്. അള്ളാഹു അത് വിട്ടുതരികയില്ല. അവരുമായി പരലോകത്ത് തീർക്കേണ്ടി വരും. സമ്പാദ്യം നന്നാക്കുക. സമ്പാദ്യം മോശമായാൽ അത് നമ്മുടെ ഈമാനിനെ വരെ ബാധിച്ചേക്കും. അത് നമ്മുടെ മക്കളുടെ സലാഹിനെ, അവരുടെ നന്മയെ ബാധിച്ചേക്കും. അവർ മോശക്കാരായേക്കും. ഇങ്ങനെ ഒരുപാട് വിചാരിക്കാത്ത അപകടങ്ങൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് ലഭിച്ചേക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലാലായ വഴിയിലൂടെ മാത്രം സമ്പാദിക്കാൻ മരണം വരെ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اكفنا بحلالك عن حرامك واغننا بفضلك عمن سواك. اللهم اغفر لنا وارحمنا وعافنا وارزقنا واهدنا وسددنا يا رب العالمين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. وصلى الله وسلم على نبينا محمد.